ഹലോ ഫ്രണ്ട്സ്, ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് മൈക്രോഫോൺ ക്ലാരിറ്റി ഇഷ്യൂസ്. നമ്മൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ റീപ്ലൈ ചെയ്യുമ്പോഴാണ് പലപ്പോഴും കാണുന്നത് വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റി അത്ര പോരാ എന്നത്. പലപ്പോഴും എക്സ്റ്റേണൽ നോയ്സസ് കയറി വരും, അതുപോലെ തന്നെ സൗണ്ട് വളരെ മ്യൂട്ടഡ് ആയിരിക്കും, വളരെ കുറവായിരിക്കും, നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടാവില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പലതരത്തിലുള്ള വയർലെസ് മൈക്രോഫോൺസ് പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ ഞാൻ ഇനീഷ്യലി ഞാൻ പോർട്രോണിക്സിൻ്റെ ഒരു മൈക്ക് ഞാൻ യൂസ് ചെയ്ത് നോക്കി. പക്ഷേ അതിന് വലിയ കാര്യമായ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമസോൺ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ലാസ്റ്റ് ഫേസിൽ ഞാനിങ്ങനെ ആമസോണിൽ ബ്രൗസ് ചെയ്യുമ്പോൾ കണ്ടത് ഹോളി ലാൻഡ് എന്ന കമ്പനിയുടെ മൈക്രോഫോൺസ്. അതായത് അവരുടെ ഏറ്റവും പുതിയ LARC A1 എന്ന് പറഞ്ഞ മൈക്രോഫോൺ ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളത്. അവരുടെ പുതിയ മൈക്രോഫോണാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ പ്രൈസസൊക്കെ പ്രൈസ് നോക്കിയപ്പോൾ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മൈക്രോഫോൺ ഹോളി ലാൻഡിൻ്റെ LARC A1 മൈക്രോഫോണിലൂടെയാണ്. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വളരെ എനിക്ക് വലിയൊരു ഡിഫറൻസ് എനിക്ക് അത് സാധാരണ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന എൻ്റെ ഫോണിൻ്റെ ഇൻബിൽഡ് മൈക്രോഫോണിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വോയിസ് ക്ലാരിറ്റിയിൽ നിന്ന് വളരെ വ്യത്യാസം എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മൈക്രോഫോൺ വരുന്നത് ഇതാണ് അതിൻ്റെ പാക്കേജിങ്. LARC A1 എന്നാണ് ഇതിൻ്റെ പേര്. ഹോളി ലാൻഡ് എന്ന മൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുമാതിരിപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ഹോളി ലാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ഒരു ബട്ടൺ ടൈപ്പ് ഓഫ് മൈക്രോഫോൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ഇൻ്റർവ്യൂസിലുമൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. അത് LARC M2 എന്ന വേർഷനാണ്. അത് കുറേ കൂടെ എക്സ്പെൻസീവ് ആണ്, അറൗണ്ട് 12,000 റേഞ്ചിൽ വരും. ഇത് എനിക്ക് കിട്ടിയത് 4,000 റുപ്പീസിനാണ്. ഇതതിൻ്റെ ഒരു ബേസ് വേർഷനാണ്. ഇതിൻ്റെ ചാർജിങ് കേസോടെ ഉള്ളൊരു വേർഷനും ഉണ്ട്. ചാർജിങ് കേസോടെ ഉള്ള വേർഷനാണെങ്കിൽ അറൗണ്ട് 5,300 മറ്റോ ആകും. അതാണെങ്കിൽ കുറേ കൂടെ കൺവീനിയൻ്റ് ആണ്, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്നവർക്കും ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ അവരൊരു ചാർജിങ് ഒരു പൗച്ച് തരുന്നുണ്ട്. നമുക്ക് ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഇതിട്ടുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ തരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ചാർജിങ് ഡോക്ക് എന്ന് പറയുന്നത്. ഒരു USB-C ടൈപ്പ് പോർട്ടുള്ള ചാർജിങ് ഡോക്കാണ്. ഇതിൽ 2 മൈക്രോഫോൺസ് ഉണ്ട്. ഒന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തത് ഇതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ 2 പേര് എന്തെങ്കിലും സംസാരിക്കുക, ഒരു കോൺവെർസേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് 2 പേർക്ക് ഈ മൈക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മൈക്ക് ഇതിൻ്റെ ഒരു USB റിസീവറും കൂടെ ഉണ്ട്. അത് ഞാനിപ്പോൾ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ USB റിസീവർ കണക്ട് ചെയ്ത ശേഷം മൈക്ക് നമ്മൾ ഇതിൻ്റെ ചാർജിങ് ഡോക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു USB ചാർജിങ് ഡോക്ക്, ഇതുപോലൊരു ചാർജിങ് ഡോക്കുണ്ട്. അതിനകത്ത് 2 ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഒരു USB A to C കേബിൾ, അതാണ് ഈ ഒരു USB A to C കേബിൾ നമുക്ക് കിട്ടും. അതുകൂടാതെ ട്രാവലിംഗ് പൗച്ചുണ്ട്. പിന്നെ 2 മാഗ്നറ്റ്സ് ഉണ്ട്. ഈ മാഗ്നറ്റ്സിൻ്റെ ഒരു കൺവീനിയൻസ് പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ മാഗ്നറ്റ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മൈക്രോഫോണോടെ വെച്ച് മാഗ്നറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അത് ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നോളും. വളരെ കൺവീനിയൻ്റ് ആണ്. അതുകൂടാതെ ഒരു വിൻഡ് റെസിസ്റ്റൻസിനുള്ള ഒരു ഷീൽഡ് അവർ തരുന്നുണ്ട്. ആ വിൻഡ് റെസിസ്റ്റൻസ് ഷീൽഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു, ഞാനത് കാണിക്കാം. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ, ഇതുപോലത്തെ ഒരു വിൻഡ് റെസിസ്റ്റൻസ് ഷീൽഡ്. അത് നമ്മൾ ഈ മൈക്രോഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ബെറ്റർ വോയിസ് ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു പൗച്ചിനകത്ത് ഇട്ട് നമുക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ സുഖമാണ്. അത് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും സാധിക്കും. എനിക്ക് ഈ മൈക്ക് ഇപ്പം ഞാൻ അധികം യൂസ് ചെയ്ത് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിട്ടിപ്പം അധികകാലമായില്ല. എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാനൊരു അവസരം കിട്ടിയില്ല. ഞാനിപ്പോഴാണ് ഒരു വീഡിയോ അതിന് വേണ്ടി അത് വെച്ചിട്ട് ചെയ്യുന്നത് തന്നെ. എനിക്ക് ആ വോയിസ് ഇതിൽ നല്ല വ്യത്യാസം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 4,000 റുപ്പീസിന് അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു മൈക്രോഫോൺ അത് നമുക്ക് കിട്ടുന്നത് തന്നെ ശരിക്കും വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ യൂട്യൂബ് ഒരു ഹോബിയായിട്ടൊക്കെ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, ഒരു സ്റ്റാർട്ടിങ് ഫേസിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ ശരിക്കും ഈ ഒരു മൈക്ക് നല്ലൊരു ചോയ്സാണ്. അതുകൂടാതെ നിങ്ങൾ ഒരു ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മറ്റേ ട്രാവലിംഗ് ചാർജിങ് കേസുള്ള മോഡലായിരിക്കും എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ. എനിക്ക് 1,000 റുപ്പീസും കൂടെ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവലിംഗ് ഒരു ചാർജിങ് കേസുള്ള മോഡലങ്ങ് നിങ്ങൾക്ക് കിട്ടും.
അത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആമസോണിൽ ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതിൻ്റെ 3 ടൈപ്പ്, എനിക്ക് തോന്നുന്നു ലൈറ്റ്നിങ് കണക്ടർ വേർഷനും ഉണ്ട്. ആപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ലൈറ്റ്നിങ് കണക്ടർ വേർഷനുണ്ട്. അതുകൂടാതെ USB-C ടൈപ്പ് വേർഷൻ വിത്ത് ആൻഡ് വിത്തൗട്ട് ചാർജിങ് കേസും അവൈലബിൾ ആണ്. എന്തായാലും just try it out. If you are interested, you can try it out. You can visit Amazon and purchase the product. Thank you.